പ്രൈസ് ദി ലോർഡ്. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാ എനിക്കഭയം. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 82 സങ്കീർത്തനം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. എളിയവനും അനാഥനും ന്യായം പാലിച്ച് കൊടുപ്പിൻ. പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പിൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പിൻ. അവർക്ക് അറിവില്ല, ബോധവും ഇല്ല. അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഒക്കെയും ഇളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങൾ ഒക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ വട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. നീ സകല ജാതികളെയും അവകാശമാക്കി കൊള്ളുമല്ലോ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്നും ഒരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് നോക്കാം. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. ഉൽപ്പത്തി 2:19 കാണുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം മനുഷ്യന് അത്ഭുതകരമായ അറിവും ജ്ഞാനവും നൽകിയ ശേഷം ഇപ്പോൾ അത് പ്രാവർത്തികമാക്കുവാൻ ഒരവസരം നൽകുകയാണ്. സകല ജീവജന്തുക്കൾക്കും പറവകൾക്കും പേരിടുക എന്നത് മനുഷ്യന് നൽകിയ മാനവും ഭാഗ്യവും ആയിരുന്നു. കൂടാതെ മനുഷ്യൻ അവയിൽ നിന്നും തനിക്കായി ഒരു തക്ക തുണയെ തിരഞ്ഞെടുക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു അത്. വളരെ മധുരമായി പാടുവാൻ താളന്തുള്ള കുയിലുകളും അത്ഭുത സൗന്ദര്യമുള്ള മയിലുകളും ശാന്തവും ആകർഷകവുമായ ആകാരമുള്ള മൃഗങ്ങളും അതിൽ ഉണ്ടായിരുന്നു. മനുഷ്യൻ തനിക്കായി ഒരു തക്ക തുണയെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ അവൻ ഒരു മൃഗത്തെ ആയിരിക്കണം തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ചില ദൈവമക്കൾ ദൈവിക നടത്തിപ്പില്ലാതെ തങ്ങൾക്കായി തെരഞ്ഞെടുക്കുന്ന ജീവിത പങ്കാളി സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മൃഗത്തെക്കാൾ മോശമായിരിക്കും. ദൈവമാണ് അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഞാൻ അവളെ തിരഞ്ഞ് പോയില്ല എന്ന് ഒരു പക്ഷേ മനുഷ്യൻ തെരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം ഒഴിവ് കഴിവ് പറഞ്ഞേക്കാം. അതെ, ദൈവം അവയെ ആദാമിന്റെ അടുക്കൽ കൊണ്ടുവന്നത് അവയ്ക്ക് എന്ത് പേരിടുമെന്ന് അറിയുന്നതിനാണ്, അല്ലാതെ അവയിൽ നിന്ന് തനിക്ക് തുണയെ എടുക്കുന്നതിനല്ല. പ്രിയ ദൈവ പൈതലേ, നീ സ്വന്തമായ തിരഞ്ഞെടുപ്പ് നടത്തരുത്. ഈ പരീക്ഷയിൽ ആദാം വിജയിച്ചതായി നമുക്ക് കാണാം.
അവയ്ക്ക് ഓരോന്നിനും അനുയോജ്യമായ പേരിട്ടതല്ലാതെ അവയിൽ ഒന്നിനെ തനിക്ക് തുണയായി എടുത്തില്ല. പ്രിയരെ, നമുക്ക് ദൈവജ്ഞാനം ഉണ്ടെങ്കിൽ ദൈവം ഉദ്ദേശിക്കാത്തതിനെ നീ തുണയായി എടുക്കുകയില്ല. ദൈവഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചാൽ ദൈവം ചന്തവും ഉചിതവുമായി തക്ക തുണയെ തന്ന് ദൈവം മാനിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രിയരെ, ഒരു നല്ല ദിവസം കൂടി ദാനമായി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതം എപ്പോഴും പൂക്കളുടെ വഴിയല്ല. ചിലപ്പോൾ കണ്ണുനീരും നിരാശയും എന്തിനാണിതെല്ലാം എന്ന ചോദ്യവും ഉണ്ട്. എല്ലാം കൈവിട്ടു പോകുന്ന പോലെയും ആരുമില്ലാത്ത പോലെയും തോന്നാറുണ്ട്. എന്നാൽ ഓർക്കുക, മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് യേശു ക്രിസ്തു. ഈ ദൈവം നിന്റെ മുറിവുകൾ എണ്ണി അറിയുന്നവനാണ്. ഈ യേശു തകർന്നതിനെ പണിയും, നഷ്ടപ്പെട്ടതിനെ തിരികെ തരും. ഇന്ന് യേശുവിൽ ആശ്രയിക്കൂ. അവൻ എല്ലാം നന്മയ്ക്കായി നിനക്ക് മാറ്റിത്തരും. ഹല്ലേലൂയ. അതിനായി എല്ലാം നന്മയായി തീരുവാൻ, ഞങ്ങളെ നിത്യജീവൻ ഒരുക്കുന്നതായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, കർത്താവേ, അനേകർക്ക് ഈ ദിവസം കാണാൻ കഴിയാതെ വന്നപ്പോൾ നാം മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം കൂടി കാണുവാൻ ഇടയാക്കിയ വലിയവനായ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന എല്ലാ നല്ല ആവശ്യങ്ങളും സർവശക്തനായ ദൈവം നടത്തി ഞങ്ങളെ പരിപാലിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ. എൻ്റെ യേശു ഇപ്പം ഞങ്ങളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു? ഈ ഒരു ദിനം കൂടി ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നതുകൊണ്ട് എൻ്റെ കർത്താവ് ഞങ്ങളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു? അതും പ്രകാരം ദൈവഹിതം ഇന്നതെന്ന് തിരിച്ച് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവമക്കളായി ജീവിപ്പാൻ അടിയങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, മാനിക്കണം കർത്താവേ. ഞങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ഞങ്ങൾ പോകാതെ ദൈവ ഇഷ്ടം മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. വിവിധ വിഷയങ്ങളായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥാ, അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവേ, ഓരോ മക്കൾക്കും സൗഖ്യവും വിടുതലും സമാധാനവും നൽകി സകലരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി നാഥ നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം. നാഥ കർത്താവെ, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, ദൈവ ഇഷ്ടം അവരോട് അറിയിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കും, മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.